ലാസ്റ്റിൽ ഒരു ചോദ്യം കൂടെ, അതായത് ഇങ്ങനെ വരുമ്പോൾ മതം എന്നതിനപ്പുറത്തേക്ക് അപ്പോൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്, മതം എന്ന പേരിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആ ഒരു ബംഗ്ലാദേശും പാകിസ്ഥാനും രണ്ടായി മാറിയപ്പോൾ വംശീയതയും അങ്ങനെയൊക്കെയുള്ള വ്യത്യാസം ഇസ്ലാമിനെ പോലും ബാധിക്കുന്നുണ്ട് എന്നൊരു ഇതല്ലേ അതിൽ വരുന്നത്. അതെ 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 ഈ മതം ഒരു സ്റ്റാറ്റിക് സാധനമല്ല, മതം അല്ലാതെ ഡൈനമിക്കാണ്. കാലം ചെല്ലുന്തോറും മതത്തിൽ വിഭാഗങ്ങൾ ഉണ്ടായി വരും, എന്തെങ്കിലുമൊക്കെ കാരണവശാൽ. ഭാരതത്തിലും അത് സംഭവിച്ചിട്ടില്ലേ? ഹിന്ദു മതം എന്ന് പറഞ്ഞൊരു മതമുണ്ടോ? ഇല്ല. ഹിന്ദു മതങ്ങളേ ഉള്ളൂ, ഒരുപാട് ഹിന്ദു മതങ്ങൾ. ഓരോരുത്തർക്കും ഓരോ സമ്പ്രദായം, ഓരോ വിശ്വാസം. പലപ്പോഴും നമ്മൾ പരസ്പരം അംഗീകരിക്കും, പക്ഷേ ഫോളോ ചെയ്യില്ല. അതാണ് ഹിന്ദുവിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് മതം വെച്ച് നിങ്ങൾക്ക് ഒരു രാഷ്ട്രം ഉണ്ടാക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. മതരാഷ്ട്രം ഉണ്ടാക്കാം, തൽക്കാലം ഉണ്ടായി, പക്ഷേ അത് കഷ്ണമായിട്ട് പോകും. ഈ GCC രാജ്യങ്ങൾ മുഴുവൻ മതമാണ്, മുസ്ലിമാണ്. എന്നിട്ട് വേറെ വേറെ രാജ്യങ്ങളല്ലേ, മുസ്ലിമാണ്. മുസ്ലിങ്ങൾക്കുള്ളിൽ തന്നെ സുന്നികളാണ് എല്ലാം. സൗദി അറേബ്യ സുന്നിയാണ്, UAE സുന്നിയാണ്, ഒമാൻ സുന്നിയാണ്, ഖത്തർ സുന്നിയാണ്, ഒക്കെ സുന്നിയാണ്. എന്നിട്ടും അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നില്ല, ഒരു വേറെ വേറെ രാജ്യങ്ങളാണ്. അപ്പോൾ അത് മതമായാലും മതത്തിനുള്ളിലെ ഒരു വിഭാഗമായാൽ പോലും അവർക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റില്ല. അതൊരു പല ലെയറിലുള്ള ഐഡൻറ്റിറ്റിയിൽ ഒരു ഐഡൻറ്റിറ്റി മാത്രമാണ് ഈ മതം. അതിനെ ഒരു ഗ്രേറ്റഡ് ഐഡൻറ്റിറ്റി രാഷ്ട്രം ആക്കണമെങ്കിൽ അതിൽ കൾച്ചർ ചേർക്കണം. ഇത് കൃത്യമായിട്ട് ഡിഫ്യൂസ് ചെയ്ത് ഇങ്ങനൊരു മിക്സ് ഉണ്ടാക്കാൻ ഭാരതത്തിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. കാരണം എല്ലാ മതങ്ങളും ഭാരതത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഭാരതമാണ് അമ്മ എന്നുള്ളൊരു കൺസെപ്റ്റുണ്ട്. അപ്പോൾ ഒരു കുടുംബമാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ചേട്ടനും അനിയനും ഒക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അമ്മയൊന്നാണ്, നമ്മളൊരു കുടുംബമാണ്, തറവാടാണ്. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഭാരതത്തിന് പല മതങ്ങളുണ്ടായിട്ടും ഇങ്ങനെ നിലനിൽക്കാൻ പറ്റുന്നത്.